സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെയും സഹപ്രവർത്തകരായ അധ്യാപികമാരുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കി ഫോണിൽ സൂക്ഷിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പിടിയിലായത് കുട്ടികളുടെ കരുതലിൽ. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസാണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത്. വിദ്യാർത്ഥികളുടെ സമയോചിതമായ ഇടപെടലാണ് ഇയാളുടെ ക്രൂരകൃത്യം പുറം ലോകത്തെത്തിച്ചത്. 2 ദിവസം മുമ്പ് സ്കൂളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെയാണ് സംഭവങ്ങളുടെ തുടക്കം. പഠന ആവശ്യങ്ങൾക്കായി അധ്യാപകൻ തന്റെ മൊബൈൽ ഫോൺ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. ഫോൺ ഉപയോഗിക്കുന്നതിനിടെ ഗാലറി പരിശോധിച്ച വിദ്യാർത്ഥിനികൾ സഹപാഠികളുടെയും മറ്റ് അധ്യാപകരുടെയും മോർഫ് ചെയ്ത നിലയിലുള്ള അശ്ലീല ചിത്രങ്ങൾ കണ്ട് ഞെട്ടി. വിദ്യാർത്ഥിനികൾ ഉടൻ തന്നെ വിവരം മറ്റ് അധ്യാപകരെയും സ്കൂൾ അധികൃതരെയും അറിയിക്കുകയായിരുന്നു. വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും പരാതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. സ്കൂളിലെത്തിയ കുന്നംകുളം പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ മൊബൈൽ ഫോൺ വിശദമായ പരിശോധനയ്ക്കായി ശാസ്ത്രീയ ലാബിലേക്ക് അയക്കും. കൂടുതൽ പേരുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ മോർഫ് ചെയ്തിട്ടുണ്ടോ എന്നും ഇയാൾ ഇത് മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുട്ടികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകനിൽ നിന്നുണ്ടായ ഈ നീചകൃത്യം നാട്ടുകാർക്കിടയിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. 2 ദിവസം മുമ്പ് സ്കൂളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെയാണ് സംഭവങ്ങളുടെ തുടക്കം. പഠനാവശ്യങ്ങൾക്കായി അധ്യാപകൻ തന്റെ മൊബൈൽ ഫോൺ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. ഡിജിറ്റൽ പഠനത്തിന്റെ ഭാഗമായി ഫോൺ ഉപയോഗിക്കുന്നതിനിടെ ഗാലറി തുറന്ന വിദ്യാർത്ഥിനികൾ സഹപാഠികളുടെയും മറ്റ് അധ്യാപകരുടെയും മോർഫ് ചെയ്ത നിലയിലുള്ള ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിപ്പോവുകയായിരുന്നു. സ്വന്തം ചിത്രങ്ങൾ പോലും വികൃതമാക്കപ്പെട്ട നിലയിൽ കണ്ടതോടെ വിദ്യാർത്ഥിനികൾ വിവരം മറ്റ് അധ്യാപകരെയും സ്കൂൾ അധികൃതരെയും അറിയിച്ചു. പ്രിൻസിപ്പലിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിരവധി അശ്ലീല ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്യാൻ ഉപയോഗിച്ച ആപ്പുകളെക്കുറിച്ചും സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി സൈബർ സെല്ലിന് കൈമാറും. ഈ ചിത്രങ്ങൾ ഇയാൾ മറ്റാർക്കെങ്കിലും അയച്ചു നൽകിയിട്ടുണ്ടോ എന്നും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. പ്രതിക്ക് അന്താരാഷ്ട്ര അശ്ലീല സൈറ്റുകളുമായോ ഗ്രൂപ്പുകളുമായോ ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് ഗൗരവമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖല ഒന്നാകെ നാണക്കേടിലാകുന്ന സംഭവമാണിതെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും ആരോപിച്ചു. മാതൃകയാകേണ്ട അധ്യാപകനിൽ നിന്നുണ്ടായ ഈ നീചകൃത്യം കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്കൂൾ മാനേജ്മെന്റിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. ഇയാൾക്ക് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടോ എന്ന രീതിയിലും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതേസമയം രക്ഷിതാക്കളടക്കമുള്ളവരുടെ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രതിയിലേക്ക് കൂടുതൽ അന്വേഷണം നീണ്ടത്.